ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വിളിക്കും. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറയും. ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകന് ടെൻഷൻ ഉണ്ടാകുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, എന്തൊരു വൈബാണ് ഈ പരിപാടിക്ക്. നമുക്ക് ഒരിക്കലും ഇത്തരം ഒരു പരിപാടി നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. ഈ സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സ്കൂൾ യുവജനോത്സവം. ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ ഒരാൾക്കും ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയെടുപ്പോടുകൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. സത്യത്തിൽ 4-5 ദിവസം ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 വയസ്സിൻ്റെയെങ്കിലും പ്രായം എനിക്ക് കുറഞ്ഞെന്നാണ്. എല്ലാവരെയും ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും അവരുടെ ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകളിലേക്കും എല്ലാം കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ പരിപാടിയിലെയും പെർഫെക്ഷൻ. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു, ഞാനിവിടെ ഗ്രൂപ്പ് ഡാൻസ് കാണാൻ ഈ സ്റ്റേജിൽ വന്നിരുന്നു. ഞാൻ ഓർത്തത് ഇതിന്റെ ജൂറിയെ കുറിച്ചാണ്, ജഡ്ജിമാരെ കുറിച്ചാണ്. ഇവരെങ്ങനെ മാർക്കിടും? അത്ര പെർഫെക്ഷനാണ് ഓരോ ഡാൻസും വരുന്നത്. മാർക്കിടുക എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ ഏറ്റവും, ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എന്തൊരു ചാലഞ്ചാണ് ഓരോ ഐറ്റത്തിലും ജഡ്ജിമാർക്കും മാർക്കിടാൻ. ഇത്രയും മികവാർന്ന, നമുക്ക് വിസ്മയം തരുന്ന ഈ കുട്ടികളെല്ലാം നാടിൻ്റെ സമ്പത്തുകളാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വിളിക്കും. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറയും. ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകന് ടെൻഷൻ ഉണ്ടാകുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന്, ഒരു രാഷ്ട്രീയവും കലർത്താതെ എല്ലാവരും ഒരുപോലെ നിന്ന് ഇത് ഭംഗിയാക്കാൻ കഴിഞ്ഞത് ഇനിയുള്ള വരാനിരിക്കുന്ന വർഷങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി നടത്തും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകിയിരിക്കുന്നു. സമ്മാനിതരായ കുട്ടികളെയും മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും അവർക്ക് പരിശീലനം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നല്ല പ്രസംഗത്തിൻ്റെ ഉത്തമമായ ലക്ഷണം എന്ന് പറയുന്നത് ഔചിത്യബോധമാണ്. ഇപ്പം എനിക്കിവിടെ കാണിക്കാൻ പറ്റുന്ന ഔചിത്യബോധം എന്ന് പറയുന്നത് പ്രസംഗം പെട്ടെന്ന് നിർത്തുക എന്നുള്ളതാണ്. ഞാൻ ആ പ്രസംഗം പെട്ടെന്ന് നിർത്തുന്നു.